മുത്തശ്ശിയുടെ ബിരിയാണി 8 കോടിയുടെ ബ്രാൻഡാക്കി മാറ്റിയ കൊച്ചുമക്കൾ. ബംഗളൂരുകാർക്ക് അല്ലെങ്കിൽ ബംഗളൂരുവിൽ പോയിട്ടുള്ളവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രുചി വൈവിധ്യമാണ് RNR ഡോൺ ബിരിയാണി. കർണാടകയുടെ തനത് രുചിയാണ് ഇതിന്റെ പ്രത്യേകത. 2020 കൃത്യമായി പറഞ്ഞാൽ കൊറോണ കാലത്ത് സകല ഉപജീവന മാർഗങ്ങളും അടഞ്ഞപ്പോൾ സഹോദരിമാരായ രമ്യയും ശ്വേത രവിയും ചേർന്ന് തുടങ്ങിയതാണ് ഈ ബിരിയാണി ബ്രാൻഡ്. ബിരിയാണി വിതരണം ചെയ്യുന്ന 100 കണക്കിന് ബ്രാൻഡുകളുള്ള ബംഗളൂരുവിൽ ഇവരുടെ ബിരിയാണിയെ വ്യത്യസ്തമാക്കിയത് അവർ പരീക്ഷിച്ചത് മുത്തശ്ശിയുടെ റെസിപ്പിയായിരുന്നു എന്നതാണ്. മുത്തശ്ശിയുടെ റെസിപ്പിയിൽ നാട്ടി സ്റ്റൈൽ ഡോൺ ബിരിയാണി എന്ന പേരിൽ വിപണിയിൽ എത്തിയ ബിരിയാണിക്ക് വിപണി ഉയർന്നത് വളരെ പെട്ടെന്നാണ്. ആധികാരിക കർണാടക വിഭവം എന്ന നിലയ്ക്കാണ് ഡോൺ ബിരിയാണി ശ്രദ്ധിക്കപ്പെട്ടത്. തുടക്കത്തിൽ ഒരു മെല്ലെ പോക്കുണ്ടായിരുന്നെങ്കിലും കൊറോണ ഇളവുകൾ വന്നതോടെ ബിരിയാണി രുചി ശ്രദ്ധിക്കപ്പെട്ടു. RNRനെ വ്യത്യസ്തമാക്കിയത് ആധികാരികതയും പാരമ്പര്യ രീതിയിലുള്ള നിർമ്മാണവുമായിരുന്നു. 5 ലക്ഷം രൂപ നിക്ഷേപത്തിൽ തുടങ്ങിയ സ്ഥാപനത്തിന്റെ നിലവിലെ ബ്രാൻഡ് മൂല്യം 8 കോടി രൂപയ്ക്ക് മുകളിലാണ്. RNRനെ കുറിച്ചുള്ള രമ്യയുടെയും ശ്വേതയുടെയും കാഴ്ചപ്പാട് ബംഗളൂരുവിനപ്പുറത്തേക്ക് കടക്കുകയാണ്. ഡോൺ ബിരിയാണിയെ ഹൈദരാബാദി അല്ലെങ്കിൽ ലക്നൌവി ബിരിയാണിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിനു പിന്നാലെയാണ് ഇരുവരും. ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ തുടങ്ങിയ പ്രധാന മെട്രോകളിലേക്ക് അവർ പ്രവർത്തനം വ്യാപിക്കാൻ പദ്ധതിയിടുന്നു. ഫ്രാഞ്ചൈസിംഗ് വഴി ഔട്ട്ലെറ്റുകൾ തുറക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വികസനം ഏത് രീതിയിലാണെങ്കിലും മുത്തശ്ശിയുടെ പാചകക്കുറിപ്പിന്റെ ആധികാരികത സംരക്ഷിക്കുന്ന രീതിയിൽ മാത്രമേ മുന്നോട്ടു പോകൂ എന്നാണ് ഇരുവരും പറയുന്നത്.